ഇന്ന് നമുക്ക് മദ്ദുകളെ കുറിച്ച് പഠിക്കാം. മദ് എന്നാൽ നീട്ടൽ എന്നാണ്. ഫതഹിനെ അലിഫ് കൊണ്ടും കസറിനെ സാക്കിനായ യാവ് കൊണ്ടും ലമ്മിനെ സാക്കിനായ വാവ് കൊണ്ടുമാണ് നീട്ടലാണ് ഉദ്ദേശിക്കുന്നത്. മദ്ദിന്റെ ഹർഫുകളാണ് അലിഫ്, വാവ്, യാ. മദ്ദക്ഷരത്തെ ഉച്ചാരണത്തിൽ കൊണ്ടുവരാൻ ആവശ്യമായ സമയം നീട്ടുന്നതിനാണ് മദ് അസ്ലിയ് എന്ന് തൊബഈ എന്നും പറയുന്നത്. മദ് അസ്ലിയെ ഒരു അലിഫിന്റെ ഖദറാണ് നീട്ടേണ്ടത്. അതിനേക്കാൾ കൂട്ടലും കുറയ്ക്കലും ഹറാമാണ്. മദ് അസ്ലീന് ഉദാഹരണം കാല. ഇവിടെ അലിഫ് കൊണ്ടാണ് കാഫിന് നീട്ടിയത്. കീല. ഇവിടെ കസറിനെ നീട്ടാൻ യാ കൊണ്ടാണ് നീട്ടിയത്. കൂലു. ഇവിടെ ലമ്മിനെ നീട്ടാൻ വാവ് കൊണ്ടാണ് നീട്ടിയത്. മദ്ദക്ഷരത്തിന് ശേഷം ഹംസയോ സുക്കൂനോ വന്നാൽ കൂടുതൽ നീട്ടണം. ഇതിന് മദ് ഫർഈ എന്ന് പറയുന്നു. മദ്ദക്ഷരത്തിനു ശേഷം ഹംസയോ സുക്കൂനോ. ഏതൊക്കെയാണ് മദ്ദക്ഷരങ്ങൾ? അലിഫ്, വാവ്, യാ. ഈ മദ്ദക്ഷരത്തിന് ശേഷം ഹംസയോ സുക്കൂനോ വന്നാൽ കൂടുതൽ നീട്ടണം. ഇതിന് മദ് ഫർഈ എന്ന് പറയുന്നു. മദ് ഫർഈ 5 വിധത്തിലുണ്ട്: മുത്തസിൽ, മുൻഫസിൽ, ലാസിം, ആരിള്, ലീൻ. നമുക്കിതിൽ ഓരോന്നായിട്ട് പഠിക്കാം. മദ് മുത്തസിൽ. മദ് മുത്തസിൽ എന്നാൽ മദ്ദക്ഷരത്തിനു ശേഷം അതേ കലിമത്തിൽ തന്നെ ഹംസ വന്നാൽ അതിന് മദ് മുത്തസിൽ എന്ന് പറയുന്നു. മദ്ദക്ഷരത്തിനു ശേഷം അതേ കലിമത്തിൽ, അതായത് ഒരൊറ്റ കലിമത്തിലാണ് മദ്ദക്ഷരവും ഹംസയും വന്നിരിക്കുന്നത്. യതസാഅലൂൻ. ഉദാഹരണത്തിന് ഇതിലെ മദ്ദക്ഷരമായ അലിഫ്, അതിന് തൊട്ടടുത്ത് ഹംസ വന്നു. ഇത് ഒരൊറ്റ കലിമത്താണ്, അതായത് ഒറ്റ പദമാണിത്. അങ്ങനെ വരുമ്പോൾ മദ് മുത്തസിൽ എന്ന് പറയുന്നു. മദ് മുത്തസിൽ എന്നാൽ ചേർന്ന് വരുന്നത്. മദ്ദക്ഷരവും ഹംസയും ചേർന്ന് വരുന്ന മദ്ദാണ് മദ് മുത്തസിൽ. മദ് മുത്തസിൽ എത്ര ഹർക്കത്തിന് നീട്ടണം? മദ് മുത്തസിൽ ഒരു അലിഫിന്റെ ഖദറിനേക്കാൾ നീട്ടൽ വാജിബാണ്. 7 ഹർക്കത്ത് വരെ നീട്ടാവുന്നതാണ്. മദ് മുത്തസിൽ 7 ഹർക്കത്ത് വരെ നീട്ടാവുന്നതാണ്. ഇനി നമുക്ക് മദ് മുൻഫസിൽ നോക്കാം. മദ്ദക്ഷരത്തിനു ശേഷം തൊട്ടടുത്ത കലിമത്തിന്റെ ആദ്യ പദമായി ഹംസ വന്നു. അതായത് ഒരു കലിമത്തിന്റെ അവസാനത്തിൽ മദ്ദക്ഷരവും തൊട്ടടുത്ത കലിമത്തിന്റെ ആദ്യത്തിൽ ഹംസയും വന്നാൽ ആ മദ്ദിന് മദ് മുൻഫസിൽ എന്ന് പറയുന്നു. മദ് മുൻഫസിൽ എന്നാൽ വിട്ടുവരുന്നത് എന്നാണ് അർത്ഥം. ഉദാഹരണത്തിന് കല്ലാ ഇന്നഹ. ഇവിടെ കല്ല എന്നത് ഒരു പദമാണ്, ഇന്നഹ എന്നത് വേറൊരു പദമാണ്. കല്ല എന്ന ഈ പദത്തിന്റെ അവസാനം അലിഫുണ്ട്. അലിഫാണ് മദ്ദക്ഷരം. അതിനുശേഷം അതിൻ്റെ തൊട്ട് വരുന്ന പദമാണ് ഈ. ഈ എന്നതിൽ തൊട്ട് വരുന്ന അക്ഷരമാണ് ഈ എന്നതിൽ ഹംസ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പദത്തിൽ മദ്ദക്ഷരവും തൊട്ടടുത്ത പദത്തിൽ ഹംസയും വന്നാൽ ആ മദ്ദിനാണ് മദ് മുൻഫസിൽ എന്ന് പറയുന്നത്. മദ് മുൻഫസിൽ മുത്തസിലിന്റെ പോലെ നീട്ടൽ ജായിസാണ്, അതായത് 7 ഹർക്കത്ത് വരെ നീട്ടൽ ജായിസാണ്. ഇനി നമുക്ക് അടുത്ത മദ് നോക്കാം. മദ് ലാസിം. അടുത്ത മദ്ദാണ് മദ് ലാസിം. മദ് ലാസിമിനെ 4ആയി തിരിച്ചിരിക്കുന്നു. ലാസിമിനെ കലിമിയ്യ് മുസക്കൽ, കലിമിയ്യ് മുഖഫഫ്, ഹർഫിയ്യ് മുസക്കൽ, ഹർഫിയ്യ് മുഖഫഫ്. ഇനി നമുക്കിത് എന്താണെന്ന് നോക്കാം. ഇത് വളരെ എളുപ്പമാണ്, മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പമാണ്. ലാസിം, മദ് ലാസിം 3 അലിഫിന്റെ ഖദർ നീട്ടൽ നിർബന്ധമാണ്.
3 അലിഫിൻ്റെ ഖദർ. അതായത് ഒരു അലിഫിൻ്റെ ഖദർ എന്ന് പറഞ്ഞാൽ 2 ഹർക്കത്താണ്. അപ്പോൾ 3 അലിഫിൻ്റെ ഖദർ എന്ന് പറഞ്ഞാൽ 6 ഹർക്കത്ത് വരെ നീട്ടൽ നിർബന്ധമാണ്. ഇനി നമുക്ക് കലിമി എന്താണെന്ന് നോക്കാം. കലിമി എന്നാൽ ഒരു പദത്തിലാണ് മദ് വന്നതെങ്കിൽ അതിന് കലിമി എന്ന് പറയുന്നു. എന്നാൽ കലിമി മുസക്കൽ എന്താണെന്ന് നോക്കാം. ഈ മദ്ദക്ഷരത്തിനു ശേഷം തൊട്ടടുത്ത് തൊട്ടടുത്ത അക്ഷരത്തിന് ഷദ് വന്നാൽ അതിനാണ് മുസക്കൽ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് വഹാജഹു, ഇവിടെ ഹാഇന് നീട്ടാൻ വേണ്ടി അലിഫുണ്ട്, അതിന് തൊട്ടടുത്ത അക്ഷരത്തിൽ ഷദ് വന്നു. അതുകൊണ്ട് തന്നെ വഹാജഹു എന്നുള്ളത് ഒരു കലിമിയാണ്, ഒരു പദമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ കലിമി മുസക്കൽ എന്ന് പറയുന്നു. ലാസിം കലിമി മുസക്കൽ. കലിമി എന്നാൽ ഒരു പദത്തിലായിരിക്കണം. അതുപോലെ തന്നെ മുസക്കൽ എന്നാൽ മദ്ദക്ഷരത്തിനു ശേഷം ഷദ് വരണം, അപ്പോഴാണ് മുസക്കൽ എന്ന് പറയുന്നത്. ഷദ്ദുള്ള അക്ഷരം എന്ന് പറഞ്ഞാൽ അതൊരു സുക്കൂനുള്ള ഒരക്ഷരവും ഫത്തഹുള്ള ഒരക്ഷരവും ചേർന്നതാണ്. അതായത് ജീമിന് ഷദ് വന്നത് ജ എന്നാണ് ഉച്ചരിക്കുക. സുക്കൂനുള്ള ജീമ് പ്ലസ് ഫത്തഹുള്ള ജീമ്, അതാണ് ജ എന്ന ഈ അക്ഷരം. അതുകൊണ്ട് തന്നെ ഇത് മദ് ഫറിയാണ്. മദ് ഫറി എന്ന് പറഞ്ഞാൽ മദ്ദക്ഷരത്തിനു ശേഷം സുക്കൂന് വരണം, അല്ലെങ്കിൽ ഹംസ വരണം. ഇവിടെ സുക്കൂനാണ്, അതായത് ഈ പദത്തിന് ഷദ് ആയതുകൊണ്ട് തന്നെ ഈ മദ്ദക്ഷരത്തിനു ശേഷമുള്ള ഈ അക്ഷരത്തിൽ ഷദ് വന്നതുകൊണ്ട് തന്നെ ഇതൊരു ഫറിയാണ്, കലിമിയാണ്, ലാസിമാണ്, മുസക്കലാണ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ലാസിം കലിമി മുഹഫഫ്. ലാസിം കലിമി മുഹഫഫ് എന്നാൽ മദ്ദക്ഷരത്തിന് ശേഷം തൊട്ടടുത്ത് ഒരു സുക്കൂൻ വന്നാൽ അതിനാണ് മുഹഫഫ്. കലിമി എന്നാൽ ഇതൊരു പദത്തിലായിരിക്കണം, മദ്ദക്ഷരത്തിൻ്റെ തൊട്ട് സുക്കൂൻ വരണം. ഒരു പദത്തിനാണ് കലിമി എന്ന് പറയാം. ഇവിടെ ഉദാഹരണത്തിന് ആൽ ആന, മദ്ദക്ഷരം ഹംസിന് മുകളിലാണ് മദ്, നീട്ടാൻ അലിഫുണ്ട്. മദ്ദക്ഷരം ഇവിടെ അലിഫാണ്, അതിനുശേഷം സുക്കൂൻ വന്നു. അതുകൊണ്ട് തന്നെ ഇതിന് ലാസിമാണ്, കലിമിയാണ്, മുഹഫഫാണ്. സുക്കൂൻ വന്ന മുഹഫഫ്, ഷദ് വന്നാൽ മുസക്കല്. അത് പഠിക്കാൻ എളുപ്പമാണ്. സുക്കൂൻ വന്നാൽ മുഹഫഫ്, ഷദ് വന്നാൽ മുസക്കല്. നമുക്കിതിൻ്റെ ഹർഫി നോക്കാം. ഹർഫി മുസക്കൽ. ഉദാഹരണത്തിന് അലിഫ് ലാം മീം. ഇവിടെ മദ്ദക്ഷരത്തിനു ശേഷം ഒരു ഷദ് വന്നു, ഷദ് വന്ന മുസക്കല്. ഇത് ഹർഫിയാണ്. എന്തുകൊണ്ടാണ് ഇതിനെ ഹർഫി എന്ന് പറയുന്നത്? ഈ മദ്ദക്ഷരം വന്നത് ഒരു ഹർഫിലാണ്. അലിഫ് ലാം മീം, ഇത് ഓരോ ഹർഫുകളാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഹർഫി എന്ന് പറയുന്നു. അപ്പോൾ ഇത് ലാസിം, ഹർഫി, മുസക്കലാണ്. ഷദ് വന്നതുകൊണ്ട് മുസക്കൽ, ലാസിമാണ്, ഹർഫിയാണ്. ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത് നോക്കാം. ഹർഫി മുഹഫഫ്. എങ്ങനെയാണ് ഇത് വന്നിട്ടുള്ളത്? ഉദാഹരണത്തിന് സ്വാദ്. സ്വാദ് എന്ന് പറയുമ്പോൾ അതിനെ എഴുതുമ്പോൾ സ്വാദ് ഇട്ടിട്ട് ഒരു അലിഫ് ഇട്ടിട്ട് ദാലിട്ടിട്ട് സുക്കൂനിടും. ആ സമയത്ത് ദാലിന് സുക്കൂന്, സ്വാദിൻ്റെ അലിഫിന് ശേഷം ദാലിനൊരു സുക്കൂന്. ആ സുക്കൂനാണ് മദ്ദക്ഷരത്തിന് ശേഷമുള്ള സുക്കൂന്. ആ അലിഫിന് ശേഷം സുക്കൂൻ വന്നു. അതുകൊണ്ട് തന്നെ ഇത് ലാസിമാണ്, ഹർഫിയാണ്. ഹർഫി പറഞ്ഞാൽ ഒരക്ഷരത്തിലാണ് മദ് വന്നത്, അതിനെയാണ് ഹർഫി എന്ന് പറയുന്നത്. പിന്നെ മുഹഫഫാണ്, മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂനാണ്. അതുപോലെ തന്നെ ഉദാഹരണമാണ് ഖാഫ്. ഫു എന്ന അക്ഷരത്തിന് അലിഫിന് ശേഷം സുക്കൂൻ വന്നു, മദ്ദക്ഷരമായ അലിഫിന് ശേഷം സുക്കൂൻ വന്നു. ഖാഫ് എന്ന് ഉച്ചരിക്കുമ്പോൾ തന്നെ അറിയാം മദ്ദക്ഷരത്തിന് ശേഷം ഒരു സുക്കൂൻ വന്നു.
അതുകൊണ്ട് തന്നെ ഇത് ഹർഫിയാണ്, ഒരു ഹർഫിലാണ് വന്നത്. ഇതിൻ്റെ പേര് ലാസിം, ഹർഫി, മുഖഫഫ്. ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് കലിമീ പറഞ്ഞ പദത്തിലായിരിക്കും, ഹർഫി പറഞ്ഞ ഒരു ഹർഫിലായിരിക്കും, ഒരക്ഷരത്തിലായിരിക്കും. അതുപോലെ തന്നെ മുസക്കൽ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കും, മുഖഫഫ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സുക്കൂന് വരും. ഇനി നമുക്ക് ആരിൽ നോക്കാം. ആരിൽ എന്താണ് ആരിലായ മദ്? ഉദാഹരണത്തിന് അർ-റഹ്മാനിർ റഹീം. ഇവിടെ ആരിലായ മദ്. റഹീം എന്നുള്ളതിൽ നമുക്ക് വഖഫ് ചെയ്യാൻ വേണ്ടി സുക്കൂൻ ചെയ്യണം. ഇവിടെ മീമിന് കിസറാണ്, റഹീമി എന്നാണ്. നമ്മൾ വഖഫ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ സുക്കൂൻ ചെയ്യുന്നത്. അങ്ങനെ ഇവിടെ നിർത്തുകയാണെങ്കിൽ 3 അലിഫ് നീട്ടൽ നല്ലതാണ്. അർ-റഹ്മാനിർ റഹീം അവിടെ നിർത്തുകയാണെങ്കിൽ 3 അലിഫ് നീട്ടൽ നിർബന്ധമാണ്. ഇവിടെ നിർത്തുന്നില്ലെങ്കിൽ അർ-റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ചേർത്തി ഓതുകയും ചെയ്യാം. ആ സമയത്ത് മീ ഇവിടെ സുക്കൂന് ഉച്ചരിക്കാൻ പാടില്ല, മീ എന്നാണ് ഉച്ചരിക്കേണ്ടത്. ഈ മദ്ദിനാണ് മദ് ആരിൽ എന്ന് പറയുന്നത്. ഇവിടെ 3 അലിഫ് നീട്ടൽ നല്ലതാണ്, നിർബന്ധമില്ല. അടുത്തത് മദ് ലീൻ. മദ് ലീൻ എന്നതിന് ഉദാഹരണമാണ് ഹാദൽ ബൈത്ത്. ഹാദൽ ബൈത്ത് എന്നതിൽ മദ്ദക്ഷരം, ഇവിടെ യാ എന്ന ഈ അക്ഷരത്തിന് സുക്കൂനും അതിന് മുമ്പുള്ള അക്ഷരത്തിന് ഫതഹുമാണെങ്കിൽ, വാവിനും യാഇനും സുക്കൂനും അതിന് മുമ്പുള്ളതിന് ബൈത്ത് എന്നുള്ളതിൽ യാഇന് സുക്കൂനാണ്. അതിൻ്റെ അടിയിലെ ഉദാഹരണത്തിൽ ഹൗഫ് എന്നുള്ളതിൽ വാവിന് സുക്കൂനാണ്. ഇതിൽ വാവിനും യാഇനും സുക്കൂനും അതിന് മുന്നുള്ളതിന്, അതിന് മുന്നേ ബൈത്ത് എന്നുള്ളതിൽ മുമ്പത്തെ അക്ഷരം ബ അതിന് ഫതഹുമാണെങ്കിൽ, ഇവിടെ ഹൗഫ് എന്നുള്ളതിൽ ഹാക്ക് ഫതഹുമാണെങ്കിൽ ആ വാവിനും യാഇനും ഹർഫു ലീൻ അഥവാ ലീനിൻ്റെ അക്ഷരം എന്ന് പറയുന്നു. ഹർഫു ലീൻ അഥവാ ലീനിൻ്റെ അക്ഷരമാണ് ഇത്, ഈ യാവും ഈ വാവും. അതുകൊണ്ട് തന്നെ ഇതിനെ വഖഫ് ചെയ്യുമ്പോൾ ഇവിടെ ലീനിൻ്റെ ഹർഫ് ആയതുകൊണ്ട് തന്നെ ഇത് മദ്ദുൽ ലീൻ ആണ്. ഇവിടെ 3 അലിഫ് നീട്ടാമെങ്കിലും 1 അലിഫ് നീട്ടലാണ് നല്ലത്. ഹാദൽ ബൈത്ത് 1 അലിഫ് നീട്ടലാണ് നല്ലത്. എന്നാൽ ഇവയെ ശേഷമുള്ളതുമായി ചേർത്ത് ഓതുമ്പോൾ സുക്കൂൻ ഇല്ലാതാവും, അന്നേരം മദ്ദും ഇല്ലാതെയാവും. ഹാദൽ ബൈത്ത് അതിന് ശേഷമുള്ള വാക്കുമായി ചേർത്ത് ഓതുമ്പോൾ ബൈത്തി എന്നോതുക. അപ്പോൾ ഇവിടുത്തെ ഈ നീട്ടൽ ഇല്ലാതാകും. ഈ മദ്ദിനാണ് മദ്ദുലീൻ എന്ന് പറയുന്നത്. ലീനാക്ഷരത്തിലാണ്, ലീനാക്ഷരമാണ് യാ വാവ്, അതായത് അതിന് സുക്കൂന് തൊട്ട് മുന്നുള്ളതിന് ഫതഹ്, അതുകൊണ്ട് അതിനെ ലീനാക്ഷരം എന്ന് പറയും. ഈ ലീനാക്ഷരത്തിലാണ് മദ് വന്നതുകൊണ്ട് മദ്ദുലീൻ എന്ന് പറയുന്നു. ഇതിനെ 1 അലിഫ് നീട്ടലാണ് നല്ലത്. ശേഷമുള്ള അക്ഷരമായി ചേർത്ത് ഓതുമ്പോൾ ഈ സുക്കൂൻ ഇല്ലാതെയാകും. ഇതോടുകൂടി മദ്ദുകളെക്കുറിച്ച്, പരിശുദ്ധ ഖുർആനിലെ മദ്ദുകളെക്കുറിച്ചാണ് പഠിച്ചത്, ഈ വീഡിയോയിൽ പഠിച്ചത്. ഇതുപോലെ ഒരു കോളം വരച്ച് എഴുതിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മദ്ദുകളെക്കുറിച്ച് മനസ്സിലാക്കി പഠിക്കാൻ കഴിയും. ഇത് നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഇതോടുകൂടി ഈ വീഡിയോയുടെ അവസാനിക്കുന്നു. പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ.